എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഫ്രൈഡേ ആയല്ലേ? അങ്ങനെ വേറെ എന്താണ്? അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ എനിക്കത് കൂടുതൽ ഡെപ്തായിട്ട് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അത് ഞാൻ ലാസ്റ്റിൽ പറയുകയും ചെയ്തു, ലോങ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ കാര്യം എന്ന്. അപ്പോൾ ഇന്ന് അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അതേപോലെ ഇന്ന് ലൈവ് കുറേ പേര് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അറിയാലോ, അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാവരുടെയും ആൻസർ ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല, ക്ഷമിക്കുക. അടുത്ത ലൈവിന് ജോയിൻ ചെയ്യൂ കേട്ടോ. ഇനി റെഗുലറായിട്ട് ലൈവ് വരാൻ ശ്രമിക്കാം. പാസിറ്റീസ് വീട്ടിലെ വർക്കൊക്കെ തീർന്നു. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. വേറെ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീക്കും വരാൻ ശ്രമിക്കാം. ഓക്കെ, റെഗുലറായിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്ന് പറഞ്ഞു തരും. എടുക്കട്ടെ. King of Pentacles, ശരി. Ace of Cups, obviously. 10 of Pentacles, okay. Knight of Wands, 6 of Pentacles, good. 5 of Swords, High Priestess, okay. Empress, 2 of Cups, so nice. World, 4 of Pentacles, Queen of Cups, Fool, King of Wands, 2 of Wands, Page of Wands. ഓക്കെ, കുറച്ച് കാർഡ്സ് രാവിലത്തെ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്സിലും ഇതിൽ ചില കാർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു തരാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഈക്വൽ ഷെയർ എടുക്കണം എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതും കൂടിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറണം. ഇത് മിക്കവാറും നിങ്ങളുടെ സ്പൗസ് തന്നെ ആയിരിക്കും. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ ഈക്വൽ ഷെയർ നിങ്ങൾ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ട് അവർക്ക്, റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. അത് ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പൂർണ്ണമായ സ്നേഹം അവർക്ക് കൊടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 100% നിങ്ങളുടെ സ്നേഹം അത് പറഞ്ഞ ഓവർവെൽംഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അവരെ സ്നേഹിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവരുടെ കൂടെ ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവരുടെ ഫാമിലിയിൽ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്ത് അവരുമൊത്ത് ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണമെന്ന് അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കുക. നൈറ്റ് ഓഫ് വാൺസ് വെച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനം പറയാതെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാര്യമായിട്ട് ഒരു ആക്ഷനും അതിൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ വിചാരിക്കുകയാണ്. ഒരു തണുപ്പ് മട്ടിൽ ഇരിക്കാതെ എത്രയും വേഗം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന രീതിയിൽ സ്പീഡായിട്ട് ചെയ്യണം
എന്ന് അവർ വിചാരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം നിങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അറിയിക്കുക, ചുമ്മാ ഡ്രാഗ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, 6 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അവരുടെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് മടിച്ചു നിൽക്കാതെ നിങ്ങൾ അവരോട് ചോദിക്കണം എന്നവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഓപ്പണായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് ആ സ്ട്രെസ് എന്താണെന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതെല്ലാം നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യണം. ഈ തനിയെ സ്ട്രെസ്സായിട്ടിരിക്കാതെ ഉറക്കമില്ലായ്മയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്ത് പറയണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കൂടുതലായും ഒരുപാട് ഈ ടാരോ റിലേറ്റഡ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും. അതിലങ്ങനെ പറഞ്ഞു, റീഡിങ്ങിൽ അങ്ങനെ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ ഈ ടാരോ റീഡിങ് കണ്ടുകൊണ്ട് ഓൺലൈനിൽ ചിലവഴിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർ പറയുന്ന ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ കേട്ടിട്ട് ആണ് നിങ്ങൾ സ്ട്രെസ് ആവുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഇച്ചിരി കുറയ്ക്കുക എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ക്രീൻ ടൈം ഇത്തിരി കുറയ്ക്കാനാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ടാരോ റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കുറയ്ക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളത് കുറയ്ക്കണം എന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ എന്താ പറയുക, ഒരമ്മ കുഞ്ഞിനെ കെയർ ചെയ്യും പോലെ നിങ്ങൾ അവരെ കെയർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മുഴുവൻ സ്നേഹവും കെയറും എല്ലാം നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അവരുടെ കൂടെ നിങ്ങൾ എന്നും വേണം, അവരുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ ദൂരത്തിലിരിക്കുകയാണെങ്കിൽ വേൾഡും ഒന്നിച്ച് വരുമ്പോഴത്തേക്കും ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ വിട്ടിരിക്കുകയാണ്, ഒരു സെപ്പറേഷനിലാണ്, ലോങ് ഡിസ്റ്റൻസ് ആയാലും ശരി നിങ്ങൾ അവരുമായിട്ട് ഒരു റീയൂണിയനിൽ എത്തണം എന്നവർ ആഗ്രഹിക്കുന്നു. റീയൂണിയൻ നിങ്ങളെ കാണാൻ അവർ അങ്ങ് എന്താ പറയുക വല്ലാതെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവർ അവിടെ കാണുന്നത്. 4 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങൾ അവരെ പ്രതി പൊസസീവായിട്ട് ബിഹേവ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കുശുമ്പൊക്കെ കാണിക്കണം. അല്ല, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടാ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുന്ന അവിടെ എന്താ അവർക്ക് എത്ര കെയർ ഇല്ലേ എന്ന് തോന്നുകയാണ്. അപ്പം അവർ വിചാരിക്കുന്നത് ഇത്തിരി പൊസസീവായിട്ട് എന്തിനാ അവരോട് സംസാരിച്ച് ഇത്തിരി പൊസസീവ്നെസ് കാണിക്കണം, അത് അവർക്കൊരു രസം. അപ്പം നിങ്ങൾക്ക് അവരോട് കെയർ ഉണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ 100% ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം, അത് അവർക്ക് ഫീൽ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നും ഞാൻ നോക്കിയിട്ടുള്ള കാർഡ്സ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ഒരു 100% ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത് അവർക്ക് ബോധ്യപ്പെടണമെന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അതുപോലെ എപ്പോഴും ബലം പിടിച്ചിരിക്കാതെ ലൈഫിൽ സന്തോഷവുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ വിചാരിക്കുന്നു. ചില സമയത്തെങ്കിലും ഇത്തിരി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കുറച്ച് സന്തോഷങ്ങൾ, ലൈഫ് ജീവിതം ആസ്വദിക്കാനും കൂടിയുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് യാത്രകൾ പോകാനോ, ഒത്തിരി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈ ടെൻഷൻസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാമല്ലോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വോൺസ് വെച്ച് നിങ്ങൾ അവരുടെ അടുത്ത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഹഗ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഫിസിക്കൽ ടച്ച് കൊടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്നേഹമായിട്ട് പെരുമാറുക, അവർ സുന്ദരനാണ് സുന്ദരിയാണ് എന്ന് പറയുക, അങ്ങനത്തെ റൊമാൻറ്റിക് ജെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് വോൺസ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. Clarify 2 of wands. Clarify 2 of wands. Clarify 2 of wands.
ഓക്കെ. വീൽ, അതായത് ഭാവി കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ലോങ് റണ്ണിലേക്ക്, ഭാവിയിലേക്ക് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതമാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, അതൊക്കെ എന്ത് വേണം, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഇരുന്ന് ആലോചിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഡോണ്ട് കെയർ ആയിട്ട് ഇരിക്കരുത്, അതിനെക്കുറിച്ചുകൂടി, ഭാവിയെക്കുറിച്ചുകൂടി ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഫൈനാൻഷ്യൽ രീതിയിലാവട്ടെ, സേവിങ്സിലേക്ക് ഫോക്കസ് ചെയ്യണം, കരിയറിലേക്ക് ഫോക്കസ് ചെയ്യണം, നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് ഫോൺസ് വെച്ച് നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്നും അവർക്ക് മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണം എന്നവർ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ കുറച്ച് കാർഡ്സ് രാവിലത്തെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗിവ് മീ സം മോർ കാർഡ്സ് പ്ലീസ്, ഗിവ് മീ സം മോർ കാർഡ്സ്. വേറെ എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുള്ളത്? ഇത് കഴിഞ്ഞിട്ട് മെസ്സേജസ് കൂടി എടുത്തു തരാം കേട്ടോ. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് സംസാരിക്കണം, ഒന്നും അവരോട് ഷെയർ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരുടെ അടുത്ത് പറയണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ സ്വയം സമ്പാദിക്കണം, സ്വയം പര്യാപ്തത നേടണം, സെൽഫ് റിലയൻ്റ് ആവണം, സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുത്, അവരെ ആയാലും ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ രണ്ട് കാലിൽ സ്വയം നിൽക്കാൻ പഠിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇമോഷണൽ സ്ട്രെസ്സ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസിൽ എത്തണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ആ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളുടെ ഇമോഷണൽ സൈഡായാലും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുമായിട്ടൊരു ഹാപ്പി ഫാമിലി ഉണ്ടാക്കും എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ. നിങ്ങൾ മൊത്തം സന്തോഷകരമായ ജീവിതം, എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് പരസ്പരം വളരെ എന്താ പറയുക, സ്നേഹത്തോടെ കുട്ടികളൊക്കെ ആയിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹെയറോഫൻറ്റ്, തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. സൊസൈറ്റൽ നോംസ് പ്രകാരം പ്രോപ്പറായിട്ട് കല്യാണം കഴിച്ച് അവരുടെ ഒപ്പം ഒരു ലൈഫ് ലോങ് നിങ്ങൾ ഉണ്ടായിരിക്കും എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഒരു 3 കാർഡ് കൂടെ എടുക്കാം. നിങ്ങൾ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടി ആയിരിക്കും എന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അവർക്ക് എന്ത് കാര്യങ്ങളും മറച്ചു വെക്കാതെ നിങ്ങളോട് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, പരസ്പരം ഒരു രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ നിങ്ങൾ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടി ആയിരിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ക്വീൻ ഓഫ് സോർട്സ്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഈഗോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച്, എസ്പെഷ്യലി നിങ്ങളുടെ സൈഡ്, നിങ്ങളുടെ പേരിലുള്ള ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടൽ, ഒരു പിണക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അവർ വീണ്ടും ഒരു റീയൂണിയനിൽ വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പുരുഷനായിരിക്കും ആ കേസിൽ. ഓക്കെ. ഇത് പിണങ്ങിയിരിക്കുന്ന ലേഡിയാണ്. ഓക്കെ. ആ ലേഡിയുടെ സൈഡിൽ നിന്നുള്ള ഈഗോ ഇഷ്യൂസ് മാറിയിട്ട് രമ്യതയിൽ എത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ് എടുത്ത് തരാം, എന്നിട്ട് നമുക്ക് മെസ്സേജസ് നോക്കിയിട്ട് നിർത്താം കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സ്വയം പര്യാപ്തതാക്കാതെ വീണ്ടും പറയുകയാണേ, ജോലി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ജോലി കണ്ടെത്തണം, സ്വയം ബിസിയാക്കി വെക്കണം എന്നവർ വിചാരിക്കുകയാണ് കേട്ടോ. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം, എക്സസൈസസ് ചെയ്യണം, നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, നിങ്ങളെ നന്നായി ഗ്രൂം ചെയ്യണം, അതെല്ലാം അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന അവർക്ക് ഇഷ്ടമില്ല. ഓക്കെ. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങളെ കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നണം. അങ്ങനെയാണ്. സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം, സ്വയം സമ്പാദിക്കണം, അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ.
നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കണം, നിങ്ങൾ റിച്ച് ആവണം, അങ്ങനെയൊക്കെയാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യും കാര്യങ്ങൾ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അവർ വെക്കുന്നുണ്ട്. ഓക്കെ, പൊതുവേ നല്ല എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു അല്ലേ നിങ്ങളുടെ പേഴ്സൻ്റെ? നല്ല കാര്യം. തിരിച്ച് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അവരെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ്, ഞാൻ പിന്നീട് നോക്കിത്തരാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഹാൻഡ് റിട്ടൺ മെസ്സേജസ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി ഇനി കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയത് അത്രയും. അപ്പോൾ എൻ്റെ ബൗളിലുള്ള എല്ലാ മെസ്സേജസും തന്നെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് പറ്റുന്നത് വായിക്കും, ഫുള്ളൊന്നും വായിക്കില്ല. എനിക്ക് മതി തോന്നുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. എടുക്കട്ടെ. ഡിവൈൻ എൻ്റെ വ്യൂസിന് മെസ്സേജസ് കൊടുത്തു, അവരുടെ പേഴ്സൻ്റെ ന്യൂ ബിഗിനിങ്സ്, പലർക്കും പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നിങ്ങളവരെ വട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാ റീഡിങ്ങിലും വരാറുണ്ട് അല്ലേ. ഐ ആം സോറി ഐ ഹേർട്ട് യു, അവർ സോറി പറയാണ് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ. ഐ ആം ലോയൽ ടു യു, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കുക, അവർ നിങ്ങളെ ചതിക്കുമൊന്നുമല്ല എന്ന് പറയുകയാണ് കേട്ടോ. ലിബ്ര, തുലാരാശി. ടോറസ്, ഇടവരാശി. യു ആർ സോ മിസ്റ്റീരിയസ്, നിങ്ങളുടെ മനസ്സ് അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ന്യൂ ലവ്, ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാർട്ട്സ് മിറർ റീച്ചത്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 222 റീയൂണിയൻ, പലർക്കും റീയൂണിയൻ വരുന്നുണ്ട്. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. ഐ എം തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ, നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മെസ്സേജ് മീ, കോൾ മീ. ഓക്കെ, നമ്പേഴ്സ് 4, 22, 13, 31. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഡ്രീമിങ് ഓഫ് യു, നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യുക, സ്വപ്നം കാണുകയാണെന്ന് പറയുന്നു കേട്ടോ. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ, അവരെക്കാൾ നല്ലൊരു വ്യക്തിയെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. സ്കോർപിയോ, വൃശ്ചികം. 2 souls 1 heart with you, I choose love every single day. സ്നേഹം മാത്രം മതി. യു സോ പെർഫെക്റ്റ്, നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ആളാണ് അവർ പറയുന്നത് കേട്ടോ. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്, ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങൾ സ്നേഹം തുറന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ. നമ്പേഴ്സ് 8, 17, 26. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. 5 മെസ്സേജ് കൂടെ കേട്ടോ. ഐ ആം ജെലസ്, ഐശ്വരി, ചെറിയ കുശുമ്പ് തോന്നുന്നുണ്ട് പറയുക. 2 ഒന്നും എടുക്കാം. യു ആർ മൈ സ്റ്റാർ, ഐ വിൽ ഓൾവേസ് ലവ് യു, അവരെന്നും എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുമെന്ന് കേട്ടോ. യു ഇലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്, അതും സ്റ്റാർ കാർഡിൻ്റെ എനർജി തന്നെയാണ്. യു ഹാവ് ലൈറ്റ് ടു മീ, ആരാണത്? ആരോ എന്തോ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് മറച്ചു വെച്ചു എന്ന് പറയുകയാണ്. ഏരീസ്. 2 കാർഡ് ഫൈനൽ കേട്ടോ. കണ്ണടച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഐ ലവ് യു. ഓക്കെ, ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. ഓക്കെ, അവർ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറയുകയാണ്. മതിയോ? മതി. ടയേർഡായി, കാരണം ഇന്ന് ലൈവും കൂടെ ചെയ്തതാണ്. ആകെ ഒരു എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയില്ലേ? എല്ലാവർക്കും ഒരു ഐ ലവ് യു ഒക്കെ കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷൻസ് എത്രത്തോളം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ പറയുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. അതേപോലെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, തീർച്ചയായിട്ടും ചെയ്തു തരാം. വേറെ എന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. ബൈ.